ഈ ഓഡിയോ പുസ്തകം അമിത ചിന്തയിൽ കുരുങ്ങി മനസ്സിലെ ശാന്തത നഷ്ടപ്പെട്ട എല്ലാവർക്കുമുള്ള ഒരു പ്രായോഗിക യാത്രയാണ്. നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ നിർത്താൻ ശ്രമിക്കുന്നതല്ല ഇതിന്റെ ലക്ഷ്യം. മറിച്ച് അവയെ മനസ്സിലാക്കി നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കി സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ പഠിക്കുകയാണ് ഈ ഓഡിയോ ബുക്കിന്റെ ഉദ്ദേശം. ആശങ്കയും ആത്മവിമർശനവും അനിശ്ചിതത്വവും നമ്മെ തളർത്തുമ്പോൾ ശ്വസന നിയന്ത്രണം, ബോധപൂർവമായ ശ്രദ്ധ, അവനവനോട് തന്നെയുള്ള അലിവ്, ദിനചര്യയിലെ ചെറിയ മാറ്റങ്ങൾ എന്നീ ലളിതമായ മെന്റൽ ടൂളുകൾ ഉപയോഗിച്ച് ഉള്ളിലെ നിശബ്ദത വീണ്ടും കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ദീർഘകാലം മാനസിക സമാധാനം ഒരു വിദൂര ലക്ഷ്യമല്ല, ഇന്ന് ഈ നിമിഷം തന്നെ തുടങ്ങാവുന്ന ഒരു പരിശീലനമാണ്. മനസ്സിലെ ശബ്ദം. അമിത ചിന്തയെ മനസ്സിലാക്കുക. മനസ്സ് ഒരിക്കലും നിശബ്ദമാകാതെ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം ആദ്യം നമുക്ക് തിരിച്ചറിയാനാവില്ല. പുറത്തുള്ള ലോകത്തിന്റെ തിരക്കിലും ഉത്തരവാദിത്തങ്ങളിലും നാം അകപ്പെട്ടിരിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന ചിന്തകളുടെ പ്രളയം സാധാരണമായി നമുക്ക് തോന്നും. പക്ഷേ ഒരു നിമിഷം നാം വെറുതെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി കിടക്കയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ശബ്ദം കൂടുതൽ ശക്തമായി കേൾക്കാൻ തുടങ്ങും. കഴിഞ്ഞ സംഭവങ്ങളുടെ ആവർത്തനങ്ങളും വരാനിരിക്കുന്ന ദിവസത്തെ ആശങ്കകളും പറയാതിരുന്ന വാക്കുകളെക്കുറിച്ചും ചെയ്യാതിരുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഖേദം, ഇവയെല്ലാം ഒരുമിച്ച് മനസ്സിന്റെ വേദിയിലെത്തി നമ്മെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇതാണ് അമിത ചിന്തയുടെ ആദ്യ മുഖം. അമിത ചിന്ത എന്നാൽ കൂടുതൽ ചിന്തിക്കുക എന്നതല്ല, അത് ചിന്തയുടെ ആവർത്തനമാണ്. ഒരേ കാര്യത്തിൽ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങുന്ന മനസ്സിന്റെ സ്വഭാവമാണത്. ഒരു ചെറിയ സംഭവം പോലും മനസ്സിൽ വലിയ അർത്ഥങ്ങളുമായി നിലനിൽക്കും. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നോ? അവർ എങ്ങനെ പ്രതികരിച്ചിരിക്കും? നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യും? ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രമായി മാറുന്നു. ഈ ചക്രം നമ്മുടെ ശ്രദ്ധയും ഊർജവും കാർന്നു തിന്നുന്നു. ശാരീരികമായി നാം ശാന്തമായി ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ഒരു യുദ്ധം നടക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? മനുഷ്യന്റെ മസ്തിഷ്കം സുരക്ഷയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ്. അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി രക്ഷപ്പെടുക എന്നതാണ് അതിന്റെ അടിസ്ഥാന പ്രവർത്തനം. പണ്ട് ആദിമ മനുഷ്യൻ കാട്ടിലെ ഭീഷണികളെ തിരിച്ചറിയാൻ സഹായിച്ച ഈ കഴിവ് ഇന്നത്തെ കാലത്ത് സാമൂഹിക സാഹചര്യങ്ങളിലേക്കും വ്യക്തിപരമായ തീരുമാനങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഒരിക്കൽ സംഭവിച്ച ഒരു അപമാനകരമായ അനുഭവം വീണ്ടും സംഭവിക്കാതിരിക്കാനായി മനസ്സ് അതിനെ വീണ്ടും വീണ്ടും പരിശോധിക്കുന്നു. ഭാവിയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി അത് അനവധി സാധ്യതകളെ സൃഷ്ടിക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് ഒരു പരിധി ഉണ്ടായിരുന്നാൽ അത് ഉപകാരപ്രദമാകുമായിരുന്നു. എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് അമിത ചിന്തയായി മാറുന്നു. അമിത ചിന്തയും ആത്മപരിശോധനയും തമ്മിൽ ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ആത്മപരിശോധന നമ്മെ വളർച്ചയിലേക്ക് നയിക്കുന്നു. അത് സംഭവങ്ങളെ ശാന്തമായി വിലയിരുത്തി പഠിക്കാൻ സഹായിക്കുന്നു. എന്നാൽ അമിത ചിന്ത നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, മറിച്ച് ഒരേ സ്ഥലത്ത് നിർത്തുന്നു. ആത്മപരിശോധനയ്ക്ക് ഒരു ലക്ഷ്യവും ഒരു അവസാനവുമുണ്ട്. അമിത ചിന്തയ്ക്ക് ലക്ഷ്യവുമില്ല, അവസാനവുമില്ല. അത് ഒരു മൂടൽ മഞ്ഞുപോലെ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അമിത ചിന്തയുടെ മറ്റൊരു മുഖം ആശങ്കയാണ്. ആശങ്കയെന്നാൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം. അങ്ങനെ സംഭവിച്ചാൽ എന്ന ചോദ്യമാണ് അതിന്റെ കേന്ദ്രം. ഞാൻ പരാജയപ്പെട്ടാൽ, അവർ എന്നെ ഇഷ്ടപ്പെടാതിരുന്നാൽ, ഞാൻ തയ്യാറായില്ലെങ്കിൽ. ഈ ചോദ്യങ്ങൾ ഒരുപാട് ഊർജം ഉപയോഗിക്കുന്നു. എന്നാൽ അവയ്ക്ക് വ്യക്തമായ ഉത്തരങ്ങൾ പലപ്പോഴും ഇല്ല. ഒരു പ്രശ്നം പരിഹരിക്കാനായി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഗുണകരമാണ്. പക്ഷേ പ്രശ്നം തന്നെ വ്യക്തമായിട്ടില്ലെങ്കിൽ ഇത്തരം ചിന്തകൾ ആശയക്കുഴപ്പമുണ്ടാക്കും. അതാണ് അമിത ചിന്തയുടെ കുരുക്ക്. നാം പലപ്പോഴും അമിത ചിന്തയെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമെന്നു കരുതുന്നു. എന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, ഞാൻ എപ്പോഴും കൂടുതലായി ചിന്തിക്കുന്നവനാണ് എന്നിങ്ങനെ സ്വയം നാം വിശേഷിപ്പിക്കുന്നു. എന്നാൽ സത്യം അമിത ചിന്ത ഒരു ശീലം മാത്രമാണെന്നതാണ്. അത് വർഷങ്ങളായി ആവർത്തിച്ചു വരുന്ന ഒരു മാനസിക മാതൃകയാണ്. ഒരു വഴിയിലൂടെ പലതവണ നടന്നുപോയാൽ ആ വഴി വ്യക്തമായി മാറുന്നത് പോലെ ഒരേ രീതിയിൽ ചിന്തിച്ചാൽ ആ പാത മനസ്സിൽ ശക്തമാകും. എന്നാൽ പുതിയ പാതകൾ സൃഷ്ടിക്കാനും പഴയ പാതകളെ ഉപേക്ഷിക്കാനും നമുക്ക് കഴിയും. അമിത ചിന്തയ്ക്ക് ചില സാധാരണ ലക്ഷണങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങൾക്കു പോലും അത്യധികം വിശകലനം ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കാൻ വൈകിക്കുക,
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അനാവശ്യമായി ആശങ്കപ്പെടുക, കഴിഞ്ഞ സംഭാഷണങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക, ഭാവിയെക്കുറിച്ച് അനവധി നെഗറ്റീവ് സാധ്യതകൾ സൃഷ്ടിക്കുക, ഇവയെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഫലമായി ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസക്കുറവ് എന്നിവയുണ്ടാകും. ചിലപ്പോൾ ശരീരത്തിൽ പോലും പ്രതികരണങ്ങൾ കാണാം. ഹൃദയമിടിപ്പ് വർദ്ധിക്കൽ, നെഞ്ചിൽ ഭാരം, തലവേദന, അങ്ങനെ. അമിത ചിന്ത നമ്മെ പ്രവർത്തനരഹിതമാക്കുന്നു. ഒരുപാട് ചിന്തകളുള്ളപ്പോൾ ഒരു ചിന്തയെങ്കിലും പ്രവൃത്തിയിലേക്ക് മാറാൻ പ്രയാസമാണ്. നാം കൂടുതൽ വിശകലനം ചെയ്യുന്നതോടെ കൂടുതൽ ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നു. ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് നാം എല്ലാ സാധ്യതകളും വിലയിരുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ പൂർണ്ണമായ ഉറപ്പൊന്നും ലഭിക്കാത്തതിനാൽ നാം മുന്നോട്ടു പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഇത് ഒരു മാനസിക പാരാലിസിസ് ആണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നാം വളരെ ശാന്തരായി തോന്നാം, പക്ഷേ ഉള്ളിൽ ഒരു വലിയ ഭാരം വഹിക്കുകയാണ്. മനസ്സിലെ ശബ്ദം പലപ്പോഴും ഒരു വിമർശകന്റെ ശബ്ദമായി മാറുന്നു. ഇക്കാര്യത്തിൽ നീ അത്ര പോരാ, നീ വീണ്ടും തെറ്റിച്ചു, മറ്റുള്ളവർ നിന്നേക്കാൾ മികച്ചവരാണ്. ഈ വാക്കുകൾ നേരിട്ട് ആരും പറയാത്തതായിരിക്കാം, എന്നാൽ നാം തന്നെ നമ്മോട് അങ്ങനെ പറയുന്നു. നമുക്കുള്ളിലെ ഈ വിമർശകൻ പഴയ അനുഭവങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നോ നമ്മൾ തന്നെ രൂപപ്പെടുത്തിയ ഒരാളാണ്. ഒരിക്കൽ കേട്ട ഒരു വിമർശനം മനസ്സിൽ പതിഞ്ഞ് പിന്നീട് നമ്മുടെ സ്വന്തം ശബ്ദമായി മാറുന്നു. അമിത ചിന്ത ഈ വിമർശകനെ കൂടുതൽ ശക്തമാക്കുന്നു, കാരണം അത് അവന്റെ വാക്കുകൾക്ക് വീണ്ടും വീണ്ടും വേദി നൽകുന്നു. അങ്ങനെ അമിത ചിന്തയുടെ ചക്രം പ്രവർത്തിച്ചു തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നു. അത് ഒരു ചെറിയ തെറ്റായിരിക്കാം. ഉടൻ തന്നെ ഒരു ചിന്ത ഉയരും, ഞാൻ ശരിയായി ചെയ്തില്ല. അതിനു പിന്നാലെ മറ്റൊരു ചിന്ത, അവർ എന്ത് കരുതും? പിന്നെ ഇതെന്റെ കഴിവില്ലായ്മയാണോ? ഇത്തരം ചിന്തകൾ വികാരങ്ങളെ ഉളവാക്കുന്നു. ലജ്ജ, ഭയം, ആശങ്ക. ഈ വികാരങ്ങൾ വീണ്ടും ചിന്തകളെ ശക്തമാക്കുന്നു. ഇങ്ങനെ ചിന്തയും വികാരവും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു വലയമായി മാറുന്നു. ഈ വലയത്തിൽ നിന്ന് പുറത്തു വരാൻ ആദ്യം അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കണം. മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ മനസ്സ് കൂടുതൽ ചിന്തിക്കുന്നു. കാരണം മനസ്സിന്റെ സ്വഭാവം ചിന്തിക്കുക എന്നതാണ്. അതിനാൽ ലക്ഷ്യം ചിന്തയെ പിടിച്ചു നിർത്തുക എന്നതല്ല, ചിന്തയുമായുള്ള നമ്മുടെ ബന്ധത്തിൽ മാറ്റം വരുത്തുക എന്നതാണ്. ചിന്തകൾ വരും, പക്ഷേ അവയെ പിന്തുടരണമോ വേണ്ടയോ എന്നത് നമുക്ക് തീരുമാനിക്കാം. ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ എല്ലാ ട്രെയിനിലും നമ്മൾ കയറേണ്ടതില്ല. ചിലതിനെ കടന്നുപോകാൻ അനുവദിക്കാം. അതുപോലെ എല്ലാ ചിന്തകളെയും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അമിത ചിന്തയെ മനസ്സിലാക്കാനുള്ള ആദ്യപടി ജാഗ്രതയാണ്. ഇപ്പോൾ ഞാൻ അമിത ചിന്തയിലാണ് എന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് തന്നെ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. പലപ്പോഴും നാം ചിന്തകളിൽ മുഴുകിയിരിക്കുന്നതിനാൽ അത് ചിന്തയാണെന്ന് പോലും തിരിച്ചറിയില്ല. പക്ഷേ ഒരിക്കൽ നാം ഒരു പടി പിന്നോട്ട് നിൽക്കാൻ പഠിച്ചാൽ മനസ്സിലെ ചിന്താപ്രവാഹം നമുക്ക് കാണാം. ഇത് ഒരു നദിയെ കരയിൽ നിന്ന് കാണുന്നത് പോലെയാണ്. വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാഹം ശക്തമാണെന്ന് തോന്നും. കരയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറവായി നമുക്ക് തോന്നും. നമ്മുടെ ചിന്തകളെല്ലാം സത്യങ്ങളല്ല, അവ വ്യാഖ്യാനങ്ങളാണ്. ഒരേ സംഭവത്തെ രണ്ടുപേർ രണ്ട് രീതിയിലായിരിക്കും കാണുന്നത്. അതിനാൽ ഒരു ചിന്ത ഉയർന്നാൽ ഇത് ഒരു സത്യമാണോ അല്ലെങ്കിൽ എൻ്റെ വ്യാഖ്യാനമാണോ എന്ന് ചോദിക്കുക. ഈ ചെറിയ ചോദ്യം ചിന്തയുടെ ശക്തി കുറയ്ക്കും. അമിത ചിന്ത പലപ്പോഴും അനുമാനങ്ങളിലാണ് അടിയുറച്ചിരിക്കുന്നത്. നമുക്കുറപ്പില്ലാത്ത കാര്യങ്ങളെ ഉറപ്പായി കരുതുന്നതാണ് പ്രശ്നം. ഈ അനുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സ് അല്പം ശാന്തമാകും. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ശ്രദ്ധയുടെ ശക്തിയാണ്. ശ്രദ്ധ എവിടെ പോകുന്നുവോ അവിടെയാണ് ഊർജം പോകുന്നത്. നാം നെഗറ്റീവ് സാധ്യതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവ വലിയതായി തോന്നും. എന്നാൽ നിലവിലെ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ചിന്തയുടെ ശക്തി കുറയും. ശ്വാസം നിയന്ത്രിക്കുക, ശരീരത്തിലെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുക, ചുറ്റുപാടിന്റെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. ഇവയെല്ലാം മനസ്സിനെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അമിത ചിന്ത ഭാവിയിലും ഭൂതകാലത്തിലും ജീവിക്കുന്നു. എന്നാൽ സമാധാനം ഇപ്പോഴത്തെ നിമിഷത്തിലാണ്. നമ്മൾ നമ്മളോട് തന്നെ വളരെയധികം അലിവുള്ളവരാകേണ്ടതാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കും. പകരം എൻ്റെ മനസ്സ് എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് തെറ്റായ രീതിയിൽ ശ്രമിച്ചാലും അതിൻ്റെ ഉദ്ദേശം സുരക്ഷയാണ്.
ഈ കരുണാഭാവം മനസ്സിനെ ലഘുവാക്കും. ജീവിതത്തിൽ അനിശ്ചിതത്വം ഒഴിവാക്കാനാവില്ല. അമിത ചിന്ത പലപ്പോഴും ഉറപ്പിനായുള്ള തിരച്ചിലാണ്. എന്നാൽ പൂർണ്ണമായ ഉറപ്പ് ഒരിക്കലും ലഭിക്കില്ല. അതിനാൽ അനിശ്ചിതത്വത്തോടൊപ്പം ജീവിക്കാൻ പഠിക്കുക അത്യാവശ്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഈ അവസരത്തിൽ എനിക്കതേക്കുറിച്ച് അറിയില്ല എന്ന് സമ്മതിക്കുക തന്നെ സമാധാനത്തിലേക്കുള്ള വഴിയാണ്. അമിത ചിന്ത നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവണതയാണ്. അത് തിരിച്ചറിയാനും മാറ്റാനും നമുക്ക് കഴിയും. മനസ്സിലെ ശബ്ദം ശത്രുവല്ല, അത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു ശബ്ദമാണ്. അതിനെ നിശബ്ദമാക്കാനുള്ള ശ്രമം വേണ്ട. അതിന്റെ ശബ്ദം കുറയ്ക്കാനുള്ള ബോധപൂർവമായ സമീപനം മതിയാകും. മനസ്സ് ഒരു ആകാശം പോലെയാണ്. ചിന്തകൾ മേഘങ്ങൾ പോലെയും. ചില മേഘങ്ങൾ ഇരുണ്ടതായിരിക്കും, ചിലത് വെളുത്തതായിരിക്കും. എന്നാൽ മേഘങ്ങൾ എത്ര വന്നാലും ആകാശം അവയെ വഹിക്കും. നാം മേഘങ്ങളല്ല, നാം ആകാശമാണ്. ഈ തിരിച്ചറിവ് വളരുമ്പോൾ അമിത ചിന്തയുടെ ശക്തി സ്വാഭാവികമായി കുറയും. സമാധാനം പുറത്തുനിന്ന് നേടേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിലേക്ക് തിരിച്ചെത്താനുള്ള യാത്രയുടെ ആദ്യപടി മനസ്സിലെ ശബ്ദത്തെ മനസ്സിലാക്കുക. ചിന്തയുടെ ചക്രം തകർക്കുക. പ്രായോഗിക മാനസിക നിയന്ത്രണങ്ങൾ. അമിത ചിന്തയെ മനസ്സിലാക്കുന്നത് മാറ്റത്തിന്റെ ആദ്യപടിയാണ്. പക്ഷേ മനസ്സിലാക്കലിൽ മാത്രം നിൽക്കുമ്പോൾ ജീവിതം മാറില്ല. ചിന്തയുടെ ചക്രം തകർക്കാൻ പ്രവർത്തനം ആവശ്യമാണ്. പലർക്കും ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ശക്തയായ ഒരാളാകുമ്പോൾ എൻ്റെ ചിന്തകൾ സ്വയം ശക്തമാകും എന്ന്. യാഥാർത്ഥ്യം അതിൻ്റെ വിപരീതമാണ്. നാം ചിന്തകളെ നിയന്ത്രിക്കാൻ കാത്തിരിക്കുമ്പോൾ അവ കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ ചെറിയ ആവർത്തിക്കാവുന്ന മാനസിക ആങ്കറുകൾ ഉപയോഗിക്കുമ്പോൾ മനസ്സ് ക്രമേണ പുതിയ പാതകൾ പഠിക്കുന്നു. മാനസിക ആങ്കർ എന്നത് മനസ്സിനെ ചിന്തയുടെ പ്രളയത്തിൽ നിന്ന് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പിടിവലി പോലെയാണ്. അതൊരു നിയന്ത്രണമാണ്. കടലിൽ തിരമാലകൾ ശക്തമായി അടിക്കുമ്പോൾ കപ്പലിനെ നിശ്ചലമായി നിർത്താൻ ആങ്കർ ഉപയോഗിക്കുന്നത് പോലെ ആശങ്കയുടെ തിരമാലകൾ ഉയരുമ്പോൾ നമുക്ക് അതിനെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന ഉപാധികളാണവ. ഇവ സിദ്ധാന്തങ്ങളല്ല, ദിനചര്യയിൽ പ്രയോഗിക്കാവുന്ന ലളിതമായ രീതികളാണ്. ചിന്തയുടെ ചക്രം തുടങ്ങുന്നത് വളരെ സൂക്ഷ്മമായ രീതിയിലാണ്. ഒരു ചെറിയ ആശങ്ക ഉയരും. അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുമ്പോൾ അതൊരു കഥയായി മാറും. ഈ കഥ ശക്തമാകുമ്പോൾ വികാരങ്ങൾ ശക്തമാകും. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് ചിന്തയുടെ തുടക്കം പിടികൂടുക എന്നതാണ്. ഇപ്പോൾ ഞാൻ ചിന്തയുടെ ചക്രത്തിൽ പ്രവേശിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ മാറ്റത്തിന്റെ തുടക്കമാണ്. ഈ തിരിച്ചറിവിന് പരിശീലനം ആവശ്യമാണ്. ദിവസത്തിൽ പലതവണ നമുക്ക് സ്വയം ചോദിക്കാം, ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത്? മനസ്സിനെ ഉടൻ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗം ശ്വാസമാണ്. ശ്വാസം എല്ലായ്പ്പോഴും ഇപ്പോഴത്തെ നിമിഷത്തിലുണ്ട്. നാം ആശങ്കപ്പെടുമ്പോൾ ശ്വാസം വേഗത്തിലാകും, ചെറുതാകും. അത് തിരിച്ചറിഞ്ഞ് മന്ദഗതിയിൽ ആഴത്തിൽ ശ്വാസം എടുക്കാൻ തുടങ്ങുക. 4 സെക്കൻഡ് ശ്വാസം ഉൾക്കൊള്ളുക, 4 സെക്കൻഡ് നിലനിർത്തുക, 4 സെക്കൻഡ് പുറത്തുവിടുക. ഈ ലളിതമായ ചക്രം കുറച്ച് മിനിറ്റുകൾ ആവർത്തിക്കുമ്പോൾ ശരീരത്തിലെ ഉത്കണ്ഠ കുറയും. ശരീരം ശാന്തമാകുമ്പോൾ മനസ്സും അതിനെ പിന്തുടരും. കാരണം മനസ്സും ശരീരവും വേറിട്ട സംവിധാനങ്ങളല്ല, അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അമിത ചിന്തയുണ്ടാകുമ്പോൾ നാം മനസ്സിൽ മാത്രം ജീവിക്കുന്നു, ശരീരത്തെ മറക്കുന്നു. അതിനാൽ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. പാദങ്ങൾ നിലത്ത് സ്പർശിക്കുന്ന അനുഭവം ശ്രദ്ധിക്കുക. കൈകളുടെ ഭാരം ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കുക. ചുറ്റിലും കാണുന്ന നിറങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചെറിയ പരിശീലനം ചിന്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഇപ്പോഴത്തെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ചെയ്താൽ ചിന്തകൾ കുറയണമെന്നില്ല, പക്ഷേ അവയുടെ പിടുത്തം അല്പം ദുർബലമാകും. അമിത ചിന്ത പലപ്പോഴും അങ്ങനെ സംഭവിച്ചാൽ എന്ന ചോദ്യത്തിൽ കുരുങ്ങിയിരിക്കും. അതിനെ തകർക്കാൻ ഇപ്പോൾ എന്താണ് സത്യം എന്ന് ചോദിക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഭാവിയിലെ സാധ്യതകളിൽ നിന്ന് ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഈ ചോദ്യം ചിന്തയുടെ തീവ്രത കുറയ്ക്കും. ഭാവിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല, എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതാണ് ചക്രം തകർക്കുന്ന ശക്തി. ചിന്തകൾ തലച്ചോറിൽ മാത്രം സൂക്ഷിക്കുമ്പോൾ അവ വലുതായി തോന്നും. അവയെ എഴുതി പുറത്തുവിടുമ്പോൾ അവയുടെ രൂപം വ്യക്തമായി കാണാം. ദിനംപ്രതി കുറച്ച് മിനിറ്റുകൾ ചിന്തകളെക്കുറിച്ച് എഴുതുക. വാചകങ്ങൾ ശരിയായിരിക്കണമെന്നില്ല. ചിന്തകൾ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ എഴുതുക. പിന്നീട് അത് വായിക്കുമ്പോൾ പല ചിന്തകളും ആവർത്തനമാണെന്ന് കാണാം.
ചിലത് അടിസ്ഥാനമില്ലാത്ത ഭയങ്ങളാണെന്ന് മനസ്സിലാകും. എഴുത്ത് മനസ്സിന്റെ തിരക്കിനെ പേപ്പറിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. അത് നമുക്കുള്ളിലെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ചിന്തയുടെ ചക്രം തകർക്കാൻ മറ്റൊരു ശക്തമായ മാർഗം സമയം നിശ്ചയിക്കലാണ്. ദിവസത്തിൽ ഒരു നിശ്ചിത സമയം ചിന്താസമയമായി നിശ്ചയിക്കുക. ഉദാഹരണത്തിന് വൈകുന്നേരം 10 മിനിറ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് ആശങ്കകളെക്കുറിച്ച് ചിന്തിക്കാം, എഴുതാം. പക്ഷേ അതിന് പുറത്തുള്ള സമയത്ത് ഒരു ആശങ്ക ഉയർന്നാൽ ഇത് ഞാൻ ചിന്താസമയത്ത് പരിഗണിക്കും എന്ന് സ്വയം പറയുക. തുടക്കത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ആവർത്തിച്ചാൽ മനസ്സ് ഒരു പരിധി പഠിക്കും. എല്ലാ സമയത്തും ചിന്തിക്കേണ്ടതില്ലെന്ന് അത് മനസ്സിലാക്കും. അമിത ചിന്ത പലപ്പോഴും തീരുമാനങ്ങളിലെ അനിശ്ചിതത്വവുമായി ബന്ധപ്പെട്ടിരിക്കും. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ നാം കൂടുതൽ വിശകലനം ചെയ്യുന്നു. എന്നാൽ ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിച്ച് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പരിശീലിക്കുക. പൂർണ്ണമായ ഉറപ്പില്ലെങ്കിലും മുന്നോട്ട് നീങ്ങുക. പ്രവർത്തനം ചിന്തയേക്കാൾ ശക്തമാണ്. ചെറിയ പ്രവൃത്തികൾ പോലും ചിന്തയുടെ ചക്രം തകർക്കും. നമ്മുടെ പരിസരവും മനസ്സിനെ സ്വാധീനിക്കുന്നു. നിരന്തരം ഫോൺ പരിശോധിക്കുക, വാർത്തകളുടെ അമിത ഉപഭോഗം, സോഷ്യൽ മീഡിയ താരതമ്യങ്ങൾ ഇവയെല്ലാം ചിന്തയെ ഉത്തേജിപ്പിക്കുന്നു. അതിനാൽ ഡിജിറ്റൽ ഇടവേളകൾ നിർബന്ധമാക്കുക. ദിവസത്തിൽ ചില സമയം ഫോൺ അകലെയാക്കുക. നിശബ്ദതയെ അനുഭവിക്കുക. ആദ്യം അസ്വസ്ഥത തോന്നാം, കാരണം നാം ശബ്ദത്തോട് പരിചിതരാണ്. എന്നാൽ ക്രമേണ നിശബ്ദത സുഖകരമാകും. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പരുഷമാകരുത്. ഇനി ഞാൻ ഒരിക്കലും അമിതമായി ചിന്തിക്കില്ല എന്ന കടുത്ത പ്രതിജ്ഞകൾ ആവശ്യമാണെന്ന് തോന്നും. ചിന്തകൾ വീണ്ടും വരും. അതിനെ പരാജയമായി കാണാതെ പരിശീലനത്തിന്റെ ഭാഗമെന്ന് കാണുക. ഓരോ തവണയും നിങ്ങൾ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിന്റെ പുതിയ പാതയെ ശക്തമാക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട സത്യം മനസ്സിലാക്കണം. സമാധാനം ഒരു വലിയ സംഭവത്തിന്റെ ഫലമല്ല, അത് ചെറിയ ആവർത്തനങ്ങളുടെ ഫലമാണ്. ദിവസത്തിൽ പലതവണ ശ്വാസം ശ്രദ്ധിക്കുക, ശരീരബോധം പരിശീലിക്കുക, ചിന്തയെ ചോദ്യം ചെയ്യുക, കുറിപ്പെഴുതുക. ഈ ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. നദി ഒരു വലിയ പ്രവാഹമായി മാറുന്നത് ചെറിയ തുള്ളികൾ ചേർന്നാണ്. അമിത ചിന്തയെ തോൽപ്പിക്കാൻ യുദ്ധം വേണ്ട, പകരം സ്ഥിരതയുള്ള പരിശീലനം വേണം. ഒരു സംഗീതോപകരണം പഠിക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണമായ നൈപുണ്യം ലഭിക്കില്ല. അതുപോലെ മനസ്സിനും സമയം നൽകണം. ചില ദിവസങ്ങളിൽ ചിന്തകൾ കൂടുതൽ ശക്തമായിരിക്കാം, ചില ദിവസങ്ങളിൽ ശാന്തത അനുഭവപ്പെടാം. ഈ ഉയർച്ച താഴ്ചകളെ സ്വാഭാവികമെന്ന് അംഗീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലളിതമായ പ്രഭാതക്രമം സൃഷ്ടിക്കുക. എഴുന്നേറ്റ ഉടൻ ഫോൺ പരിശോധിക്കുന്നതിനു പകരം 2 മിനിറ്റ് ശ്വാസം ശ്രദ്ധിക്കുക. ഒരു കൃതജ്ഞത മനസ്സിൽ ഓർക്കുക. ആ ദിവസത്തിനായി ഒരു ചെറിയ ഉദ്ദേശം നിശ്ചയിക്കുക. ഈ ചെറിയ തുടക്കം തന്നെ ദിനത്തിന്റെ മാനസിക സ്വരം നിർണയിക്കും. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ആ ദിവസത്തിലെ ഒരു നല്ല അനുഭവം ഓർക്കുക. മനസ്സ് നെഗറ്റീവിൽ മാത്രം നിൽക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ചിന്തയുടെ ചക്രം തകർക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. ഓരോ തവണയും നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു പടി കൂടി നീങ്ങുന്നു. ചിന്തകൾ വരും പോകും, പക്ഷേ നിങ്ങൾ അവയിൽ കുരുങ്ങാതെ നിൽക്കാൻ പഠിക്കുമ്പോൾ ഉള്ളിൽ ഒരു ശാന്തമായ ഇടം രൂപപ്പെടും. അമിത ചിന്തയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്, അത് മാറ്റി സ്ഥാപിക്കുക. ആശങ്കയുടെ തിരമാല ഉയരുമ്പോൾ ശ്വാസത്തിലേക്ക് മടങ്ങുക. കഥകൾ തുടങ്ങുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുക. തലയ്ക്കുള്ളിൽ ചിന്തകൾ കൂടുമ്പോൾ പേപ്പറിലേക്ക് മാറ്റുക. അനിശ്ചിതത്വം ഉയരുമ്പോൾ ചെറിയ പ്രവൃത്തിയിലേക്ക് നീങ്ങുക. ഈ ആവർത്തനങ്ങൾ ചേർന്നാണ് ചിന്തയുടെ ചക്രം ക്രമേണ ദുർബലമാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അടിമയല്ല, നിങ്ങൾ അതിന്റെ പരിശീലകനാകാം. ഓരോ ചെറിയ മാനസിക ആങ്കറും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്. സമാധാനം ദൂരെയല്ല, അത് നിങ്ങൾ ഓരോ നിമിഷവും തെരഞ്ഞെടുത്ത് വളർത്താവുന്ന ഒരു അവസ്ഥയാണ്. ഇന്നു തന്നെ, ഈ നിമിഷം തന്നെ ആഴത്തിലുള്ള ഒരു ശ്വാസത്തോടെ ആ യാത്ര തുടരാം. നമുക്കുള്ളിലെ വിമർശകനെ നിശബ്ദമാക്കുക. നാം ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആരും നമ്മെ വിമർശിക്കാത്ത സാഹചര്യങ്ങളിലും ഒരാൾ നമ്മോട് കർശനമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ചെയ്തത് ശരിയായില്ല, ഇതിലും നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നു, മറ്റുള്ളവർ നിന്നേക്കാൾ ഒരുപാട് മുന്നിലാണ്. ഈ ശബ്ദം പലപ്പോഴും നമുക്ക് പരിചിതമാണ്.
കാരണം ഇത് വർഷങ്ങളായി നമ്മോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്കുള്ളിലെ വിമർശകൻ. അമിത ചിന്തയും നമുക്കുള്ളിലെ വിമർശകനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ചിന്തകൾ ആവർത്തിക്കുമ്പോൾ ആ വിമർശകന്റെ വാക്കുകൾ ശക്തമാകുന്നു. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അത് ഒരു വ്യക്തിത്വ വിധിയായി മാറുന്നു. ഒരു അവസരം നഷ്ടപ്പെട്ടാൽ അത് കഴിവില്ലായ്മയുടെ തെളിവായി തോന്നുന്നു. ഈ ശബ്ദം നമ്മെ മുന്നോട്ട് നയിക്കുകയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതില്ലെങ്കിൽ ഞാൻ മടിയനായിരിക്കും എന്ന് സ്വയം വിശ്വസിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതിന്റെ വിപരീതമാണ്. കടുത്ത സ്വയം വിമർശനം വളർച്ചയെ സഹായിക്കുന്നില്ല. അത് ഭയവും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുന്നു. നമുക്കുള്ളിലെ വിമർശകൻ എവിടെ നിന്നാണ് വരുന്നത്? പലപ്പോഴും അത് നമ്മുടെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അധ്യാപകരുടെ കർശനമായ വാക്കുകൾ, മാതാപിതാക്കളുടെ ഉയർന്ന പ്രതീക്ഷകൾ, കൂട്ടുകാരുടെ താരതമ്യങ്ങൾ, സമൂഹത്തിന്റെ വിജയമൂല്യനിർണയങ്ങൾ, ഇവയൊക്കെയും മനസ്സിൽ ഒരു മാനദണ്ഡം സൃഷ്ടിക്കുന്നു. ഒരിക്കൽ പുറത്തുനിന്ന് കേട്ട വാക്കുകൾ പിന്നീട് നമ്മുടെ സ്വന്തം ശബ്ദമായി മാറുന്നു. നാം അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നു. ഇങ്ങനെ അത് നമുക്കുള്ളിലെ സ്ഥിരവാസിയായി മാറുന്നു. ഈ വിമർശകന്റെ പ്രധാന ആയുധം താരതമ്യമാണ്. മറ്റുള്ളവരുടെ വിജയങ്ങൾ നമ്മുടെ പരാജയങ്ങളായി തോന്നുന്നു. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് കൂടുതൽ ശക്തമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ മികച്ച നിമിഷങ്ങൾ മാത്രം കാണുമ്പോൾ നമ്മുടെ സാധാരണ നിമിഷങ്ങൾ അപര്യാപ്തമായി തോന്നും. വിമർശകൻ ഉടൻ പറയും, നീ പിന്നിലാണ്, നീ പോരാ. ഈ താരതമ്യം യാഥാർത്ഥ്യമല്ല. കാരണം നാം നമ്മുടെ മുഴുവൻ ജീവിതവും മറ്റുള്ളവരുടെ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുകയാണ്. നമുക്കുള്ളിലെ വിമർശകനെ നിശബ്ദനാക്കാനുള്ള ആദ്യപടി അതിനെ തിരിച്ചറിയുക എന്നതാണ്. അത് സംസാരിക്കുമ്പോൾ നമ്മൾ അത് കേൾക്കാൻ പഠിക്കണം. ഇപ്പോൾ എൻ്റെ ഉള്ളിലെ വിമർശകൻ സംസാരിക്കുന്നു എന്ന് പറയുക. ഈ തിരിച്ചറിവ് അതിൻ്റെ ശക്തി കുറയ്ക്കും. കാരണം നാം ശബ്ദവുമായി ഒന്നാകാതെ അതിനെ നിരീക്ഷിക്കുന്നവരായി മാറുന്നു. ഒരു റേഡിയോയിൽ ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മുടെ ചിന്തയല്ലെന്ന് നമുക്കറിയാം. അതുപോലെ വിമർശകന്റെ വാക്കുകളും വെറും ശബ്ദമാണ്. ആ ശബ്ദത്തെ ചോദ്യം ചെയ്യുക. അത് മുഴുവൻ സത്യമാണോ? അതിന് തെളിവെന്താണ്? ഞാൻ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക. പലപ്പോഴും വിമർശകന്റെ വാക്കുകൾ അതിശയോക്തിയാണ്. ഒരു ചെറിയ തെറ്റിനെ അത് വലിയ പരാജയമായി ചിത്രീകരിക്കും. ഒരു ചെറിയ വിമർശനത്തെ അത് സ്ഥിരമായ അപമാനമായി കാണിക്കും. ഈ ചിന്തകളെ എഴുതി നോക്കുമ്പോൾ അവ എത്ര അസംബന്ധമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സ്വയം കരുണയാണ് വിമർശകനെ ശാന്തമാക്കുന്ന ഏറ്റവും വലിയ ഔഷധം. സ്വയം കരുണ എന്നത് സ്വയം ദയ കാണിക്കൽ മാത്രമല്ല, അത് യാഥാർത്ഥ്യബോധത്തോടെ സ്വയം മനസ്സിലാക്കലാണ്. നാം മനുഷ്യരാണ്. മനുഷ്യർ തെറ്റുകൾ ചെയ്യും. തെറ്റുകൾ വളർച്ചയുടെ ഭാഗമാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴും. എന്നാൽ അവനെ നാം നീ നടക്കാൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തില്ല, പകരം പ്രോത്സാഹിപ്പിക്കും. അതുപോലെ നമുക്കും സ്വയം പ്രോത്സാഹിപ്പിക്കാം. വിമർശകന്റെ ശബ്ദത്തെ മാറ്റി സ്ഥാപിക്കാൻ ഒരു പുതിയ ശബ്ദം സൃഷ്ടിക്കണം. പിന്തുണയുള്ള, കരുണയുള്ള, യാഥാർത്ഥ്യബോധമുള്ള ഒരു ശബ്ദം. നീ എല്ലായ്പ്പോഴും പരാജയപ്പെടുന്നു എന്ന ചിന്ത ഉയർന്നാൽ അതിനു പകരം ഇത് ഒരു തെറ്റായിരുന്നു, പക്ഷേ ഇതിൽ നിന്നും എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് പറയുക. എല്ലാവരും നിന്നെ വിലയിരുത്തുന്നു എന്ന ചിന്തയ്ക്ക് പകരം മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ തിരക്കിലാണ് എന്ന് ഓർക്കുക. ഈ പുതിയ വാക്യങ്ങൾ ആദ്യം കൃത്രിമമായി തോന്നാം, എന്നാൽ ആവർത്തിക്കുമ്പോൾ അവ മനസ്സിൽ പുതിയ പാത സൃഷ്ടിക്കും. നമുക്കുള്ളിലെ വിമർശകൻ പൂർണ്ണമായ മൗനം പാലിക്കില്ല. എന്നാൽ നമുക്ക് അതിൻ്റെ വോള്യം കുറയ്ക്കാം. അത് ഒരു പശ്ചാത്തല ശബ്ദമായി മാറാം. അതിനുമേൽ നമ്മുടെ പിന്തുണയുള്ള ശബ്ദം ശക്തമാകാം. ഇതിന് പരിശീലനം ആവശ്യമാണ്. ഓരോ തവണയും വിമർശകൻ പരുഷമായി സംസാരിക്കുമ്പോൾ ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. കുറച്ചു നിമിഷം നിശ്ചലമായി നിൽക്കുക. പിന്നെ പിന്തുണയുള്ള വാക്കുകൾ തെരഞ്ഞെടുത്ത് പറയുക. നമ്മുടെ ശരീരഭാഷയും മനസ്സിനെ സ്വാധീനിക്കുന്നു. തല താഴ്ത്തി നിൽക്കുമ്പോൾ, നെഞ്ച് പിടയ്ക്കുമ്പോൾ വിമർശകന്റെ ശബ്ദം ശക്തമാകും. എന്നാൽ ശരീരം നേരെ നിർത്തി ശ്വാസം ആഴത്തിലെടുക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. ചെറിയ ശരീരമാറ്റങ്ങൾ പോലും മനസ്സിന്റെ അവസ്ഥയെ സ്വാധീനിക്കും. അതിനാൽ ശരീരത്തെ ശ്രദ്ധിക്കുക. വിമർശകനെ നിശബ്ദമാക്കുന്നത് ആത്മവിശ്വാസം വളർത്തുന്നതിനോടൊപ്പം ബന്ധപ്പെട്ടു കിടക്കുന്നു. ആത്മവിശ്വാസം എന്നത് എനിക്ക് ഒരിക്കലും തെറ്റില്ല എന്ന വിശ്വാസമല്ല, എനിക്ക് തെറ്റിയാലും അതിൽ നിന്ന് ഉയർന്നു വരാം എന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം അനുഭവങ്ങളിലൂടെ വളരും. ചെറിയ വിജയങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നേരിട്ട ചെറിയ വെല്ലുവിളികൾ ഓർക്കുക.
അവയെ അംഗീകരിക്കുക. വിമർശകൻ പരാജയങ്ങൾ മാത്രം ഓർക്കും, നമ്മൾ വിജയങ്ങളും ഓർക്കണം. ദിവസാവസാനം ഒരു ദിവസം നിങ്ങൾ നന്നായി ചെയ്ത 3 കാര്യങ്ങൾ കുറിക്കുക. അവ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഒരു സംഭാഷണം നന്നായി കൈകാര്യം ചെയ്തത്, ഒരു ജോലി പൂർത്തിയാക്കിയത്, ഒരു സുഹൃത്തിനോട് കരുതലോടെ സംസാരിച്ചത്. ഈ ചെറിയ അംഗീകാരങ്ങൾ ആത്മവിശ്വാസത്തിന്റെ വിത്തുകളാണ്. വിമർശകൻ പറയുന്ന കഥയ്ക്ക് പകരം നിങ്ങൾ ഒരു പുതിയ കഥ എഴുതുകയാണ്. പെർഫെക്ഷനിസം തിരിച്ചറിയാൻ ശ്രമിക്കുക. എല്ലാം പൂർണ്ണമായിരിക്കണം എന്ന വിശ്വാസം വിമർശകനെ ശക്തമാക്കുന്നു. എന്നാൽ പൂർണ്ണത യാഥാർത്ഥ്യമല്ല, വളർച്ചയാണ് യാഥാർത്ഥ്യം. പൂർണ്ണതയെ പിന്തുടരുമ്പോൾ നാം പ്രവർത്തനം വൈകിപ്പിക്കും. എന്നാൽ മതി എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ നാം മുന്നോട്ട് നീങ്ങും. പൂർണ്ണമല്ലാത്ത പ്രവർത്തനം പോലും മുന്നേറ്റമാണ്. നമുക്കുള്ളിലെ വിമർശകൻ ചിലപ്പോൾ നമ്മെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നീ ശ്രമിക്കരുത്, പരാജയപ്പെട്ടാൽ വേദനിക്കും എന്നത് പറയും. എന്നാൽ ഈ സംരക്ഷണം വളർച്ചയെ തടയും. അതിനാൽ നമുക്ക് അത് നന്ദിയോടെ അംഗീകരിക്കാം, പക്ഷേ മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിക്കണം. എനിക്ക് ഭയം തോന്നുന്നു, പക്ഷേ ഞാൻ ശ്രമിക്കും എന്ന വാക്യം വിമർശകനേക്കാൾ ശക്തമാണ്. ബന്ധങ്ങളെയും ഉള്ളിലെ വിമർശകൻ സ്വാധീനിക്കുന്നു. നാം നമ്മോട് പരുഷമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോടും പരുഷമാകാം. എന്നാൽ സ്വയം കരുണ വളർത്തുമ്പോൾ മറ്റുള്ളവരോടും കരുണ വളരും. ഇതിലൂടെ ബന്ധങ്ങൾ ആരോഗ്യകരമാകും. നമുക്കുള്ളിലെ സമാധാനം പുറത്തേക്കും പ്രതിഫലിക്കും. നമുക്കുള്ളിലെ വിമർശകൻ നമ്മുടെ യഥാർത്ഥ ശബ്ദമല്ല, അത് പഴയ അനുഭവങ്ങളുടെ പ്രതിധ്വനിയാണ്. നിങ്ങൾക്ക് പുതിയ ശബ്ദം സൃഷ്ടിക്കാം. പിന്തുണയുള്ള, പ്രോത്സാഹിപ്പിക്കുന്ന, യാഥാർത്ഥ്യബോധമുള്ള ശബ്ദം. ഓരോ തവണയും നിങ്ങൾ സ്വയം കരുണ കാണിക്കുമ്പോൾ വിമർശകന്റെ ശക്തി കുറയുന്നു. ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ മൂല്യം ഓർക്കുമ്പോൾ നമുക്കുള്ളിലെ ശാന്തത വർദ്ധിക്കുന്നു. നിങ്ങൾ അപൂർണരായിരിക്കാം, എന്നാൽ അതാണ് മനുഷ്യരൂപത്തിന്റെ സൗന്ദര്യം. വളർച്ചയുടെ യാത്രയിൽ തെറ്റുകളും വിജയങ്ങളും ഒരുപോലെയുണ്ടാകും. നമുക്കുള്ളിലെ വിമർശകനെ നിശബ്ദമാക്കുന്നത് ഒരു ദിവസത്തെ പ്രവൃത്തിയല്ല, അത് ഒരു തുടർച്ചയായ പരിശീലനമാണ്. എന്നാൽ ഓരോ ചെറിയ കരുണാഭാവവും, ഓരോ പിന്തുണയുള്ള വാക്യവും നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്കുള്ളിലെ വിമർശകനെ കേൾക്കൂ. പിന്നെ അതിനോട് സാവധാനം പറയൂ, നന്ദി, പക്ഷേ ഇനി മുതൽ ഞാൻ കരുണയോടെ സംസാരിക്കും. ഈ ലളിതമായ വാക്യം തന്നെ നമുക്കുള്ളിലെ വിപ്ലവത്തിന്റെ തുടക്കമാകാം. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനാകാം. അതാണ് യഥാർത്ഥ മാനസിക സ്വാതന്ത്ര്യം. ദീർഘകാല സമാധാനത്തിനുള്ള മനസ്സ് രൂപപ്പെടുത്തുക. അമിത ചിന്തയെ മനസ്സിലാക്കി അകത്തെ വിമർശകനെ ശാന്തമാക്കാൻ പരിശീലനം തുടങ്ങിയ ശേഷം ഒരു പ്രധാന ഘട്ടത്തിലേക്ക് നാം എത്തുന്നു. താൽക്കാലിക ആശ്വാസം നേടുന്നത് ഒരു വശം മാത്രമാണ്. എന്നാൽ ദീർഘകാല സമാധാനം സൃഷ്ടിക്കുന്നത് മറ്റൊരു തലത്തിലേക്കുള്ള പ്രവർത്തനമാണ്. മനസ്സിനെ ഒരിക്കൽ ശാന്തമാക്കുന്നത് എളുപ്പമാകാം, പക്ഷേ ആ ശാന്തത നിലനിർത്താൻ ജീവിത രീതിയിൽ മാറ്റം ആവശ്യമാണ്. സമാധാനം ഒരു ലക്ഷ്യമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. ജീവിതത്തിൽ സമ്മർദ്ദം ഒരിക്കലും പൂർണ്ണമായും ഇല്ലാതാകില്ല. ഉത്തരവാദിത്തങ്ങളുണ്ടാകും, പ്രതീക്ഷകളുണ്ടാകും, അനിശ്ചിതത്വങ്ങളുണ്ടാകും. അതിനാൽ സമ്മർദ്ദമില്ലാത്ത ജീവിതം തേടുന്നതിനു പകരം സമ്മർദ്ദത്തിനിടയിലും ശാന്തമായി നിലനിൽക്കുന്ന മനസ്സ് വളർത്തുകയാണ് യഥാർത്ഥ ലക്ഷ്യം. കടലിലെ തിരമാലകളെ നിശ്ചലമാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ നീന്താൻ പഠിക്കാം, അതിനെ അതിജീവിക്കാൻ പഠിക്കാം. അതുപോലെ ജീവിതത്തിന്റെ തിരമാലകളിൽ സ്ഥിരതയോടെ നിൽക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കാം. ദീർഘകാല സമാധാനത്തിന്റെ അടിസ്ഥാനമാണ് ദിനചര്യ. നാം ദിവസവും ആവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ രൂപം നിർണയിക്കുന്നത്. പ്രഭാതത്തിൽ കണ്ണു തുറക്കുന്ന ആദ്യ നിമിഷം തന്നെ ദിനത്തിന്റെ രീതി നാം നിർണയിക്കുന്നു. ഫോൺ പരിശോധിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചാടുന്നതിനു മുൻപ് സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. 2 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. ഇന്ന് ഞാൻ എന്ത് തരത്തിലുള്ള മനോഭാവം തെരഞ്ഞെടുക്കും എന്ന് സ്വയം ചോദിക്കുക. ഈ ചെറിയ ഇടവേള തന്നെ ദിനത്തെ കൂടുതൽ ബോധപൂർവമാക്കും. ശ്വസന പരിശീലനം, കുറിപ്പെഴുത്ത്, നന്ദിപ്രവർത്തനം ഇവയെല്ലാം ഒരു പ്രഭാതക്രമത്തിന്റെ ഭാഗമാക്കാം. 3 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക. അത് വലിയ വിജയങ്ങളായിരിക്കണമെന്നില്ല. ഒരു നല്ല ഉറക്കം, ഒരു സ്നേഹപൂർവമായ സംഭാഷണം, ഒരു ആരോഗ്യകരമായ ശരീരം, ഇവ മതിയാകും. നന്ദി പ്രകടനം മനസ്സിനെ കുറവുകളിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുന്നു.
അമിത ചിന്ത സാധാരണയായി എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് ജീവിക്കുന്നത്. നന്ദി ആ ഭയത്തെ സമതുലിതമാക്കുന്നു. ദിവസത്തിൽ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ ചെറിയ ഇടവേളകൾ സൃഷ്ടിക്കുക. തിരക്കിനിടയിൽ 5 മിനിറ്റ് ശ്വസന നിയന്ത്രണത്തിൽ ശ്രദ്ധിക്കുക. ചെറുതായൊന്ന് നടക്കുക. പ്രകൃതിയെ നോക്കുക. ആകാശത്തെ, മരങ്ങളെ, കാറ്റിന്റെ ചലനത്തെ ഒക്കെ ശ്രദ്ധിക്കുക. പ്രകൃതിയുമായി ബന്ധപ്പെടുന്നത് മനസ്സിനെ സ്വാഭാവികമായി ശാന്തമാക്കുന്നു. കാരണം പ്രകൃതി തിടുക്കപ്പെടുന്നില്ല. അതിന് അതിൻ്റെതായ ക്രമമുണ്ട്, താളമുണ്ട്. ആ താളക്രമത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേർന്നാൽ ഉള്ളിലെ വേഗത കുറയും. ഡിജിറ്റൽ ലോകം നമ്മുടെ ശ്രദ്ധയെ സ്ഥിരമായി വലിച്ചിഴയ്ക്കുന്നു. ഓരോ അറിയിപ്പും നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. അതിനാൽ സാങ്കേതിക ഉപകരണങ്ങളുമായി ആരോഗ്യകരമായ പരിധികൾ സൃഷ്ടിക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് കുറഞ്ഞത് 1 മണിക്കൂർ സ്ക്രീൻ ഒഴിവാക്കുക. പ്രഭാതത്തിൽ ഉടൻ ഫോൺ പരിശോധിക്കാതിരിക്കുക. ദിവസത്തിൽ നിശ്ചിത സമയങ്ങളിൽ മാത്രമേ സന്ദേശങ്ങൾ പരിശോധിക്കൂ എന്ന് ഉറപ്പുവരുത്തുക. ഈ ചെറിയ നിയന്ത്രണങ്ങൾ മനസ്സിന് വിശ്രമം നൽകും. ചിന്താ വിൻഡോ എന്ന രീതിയും ദീർഘകാല സമാധാനത്തിന് സഹായകരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സമയത്തും ആശങ്കകളിൽ ജീവിക്കുന്നതിനു പകരം ദിവസത്തിൽ ഒരു നിശ്ചിത സമയം ആശങ്കകൾക്കായി മാറ്റിവെക്കുക. ആ സമയത്ത് ചിന്തകളുടെ ജനാലകൾ തുറന്നിടുക. ബാക്കി സമയത്ത് ചിന്തകൾ ഉയർന്നാൽ ഇത് ഞാൻ എൻ്റെ ചിന്താ വിൻഡോയിൽ പരിഗണിക്കും എന്ന് പറയുക. ക്രമേണ മനസ്സ് എല്ലാ സമയത്തും അലട്ടേണ്ടതില്ലെന്ന് പഠിക്കും. ഇതിലൂടെ മാനസിക അതിരുകൾ സൃഷ്ടിക്കാം. ബന്ധങ്ങൾക്കും ദീർഘകാല സമാധാനത്തിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ചിന്താശൈലിയെ സ്വാധീനിക്കുന്നു. നിരന്തരം നെഗറ്റീവായി സംസാരിക്കുന്നവരോടൊപ്പം കൂടുതലായി സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആ രീതിയിൽ മാറും. അതിനാൽ പിന്തുണയുള്ള, പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ ആരോഗ്യകരമായ അതിരുകൾ സൃഷ്ടിക്കുക. ഇക്കാര്യം ഇപ്പോൾ എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള ധൈര്യം വളർത്തുക. അതിരുകൾ സ്വാർത്ഥതയല്ല, അത് സ്വയം പരിപാലനമാണ്. ശരീരപരിപാലനവും മനസ്സിന്റെ സമാധാനത്തിന് അനിവാര്യമാണ്. മതിയായ ഉറക്കം, സമതുലിതമായ ഭക്ഷണം, സ്ഥിരമായ വ്യായാമം ഇവ മനസ്സിനെ സ്ഥിരതയോടെ നിർത്തും. ഉറക്കക്കുറവ് അമിത ചിന്തയെ വർദ്ധിപ്പിക്കും. ക്ഷീണിതമായ ശരീരം നെഗറ്റീവ് ചിന്തകളോട് കൂടുതൽ പ്രതികരിക്കും. അതിനാൽ ശരീരത്തെ അവഗണിക്കരുത്. ശരീരത്തിനും മനസ്സിനും ഒരേ ആവശ്യമാണുള്ളത്, അത് പരിചരണമാണ്. ജീവിതത്തിലെ അനിശ്ചിതത്വം സ്വീകരിക്കാൻ പഠിക്കുക. ഇത് ദീർഘകാല സമാധാനം നൽകുന്നതാണ്. നമുക്ക് എല്ലാം നിയന്ത്രിക്കാനാവില്ല, എന്നാൽ നമ്മുടെ പ്രതികരണം നമുക്ക് നിയന്ത്രിക്കാം. ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ശ്വാസമെടുക്കുക. പിന്നീട് ചോദിക്കുക, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയതും എന്നാൽ ഏറ്റവും നല്ലതുമായ നടപടി എന്താണ്? വലിയ പ്രശ്നങ്ങളെ ചെറിയ ഘട്ടങ്ങളാക്കി വിഭജിക്കുക. ചെറിയ മുന്നേറ്റങ്ങൾ പോലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സമാധാനം വളർത്താൻ ക്ഷമ ആവശ്യമാണ്. ചില ദിവസങ്ങളിൽ മനസ്സ് വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങാം. അത് പരാജയമല്ല, അത് സ്വാഭാവികമാണ്. ഓരോ തവണയും നിങ്ങൾ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വിജയിക്കുകയാണ്. ദീർഘകാല മാറ്റം നേരിട്ട് വരില്ല, അത് ക്രമേണ വളരും. ഒരു വിത്ത് നട്ടാൽ ഉടൻ മരമാകില്ല. വെള്ളം കൊടുക്കണം, സൂര്യപ്രകാശം ലഭിക്കണം, സമയം കടന്നു പോകണം. അതുപോലെ സമാധാനവും കാലക്രമേണ വളരും. സ്വന്തം മൂല്യങ്ങളെ വ്യക്തമാക്കുന്നത് ദീർഘകാല ശാന്തതയ്ക്ക് സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കുടുംബം, ആരോഗ്യം, സൃഷ്ടിപരമായ പ്രവർത്തനം, സേവനം, ഇതിലേതാണ്? നിങ്ങളുടെ തീരുമാനങ്ങൾ ഈ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളിൽ കൂടുതൽ ഏകോപനം അനുഭവപ്പെടും. മൂല്യങ്ങളിൽ നിന്ന് അകന്നാൽ ആശയക്കുഴപ്പം വർദ്ധിക്കും. അതിനാൽ ഇടയ്ക്കിടെ സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എൻ്റെ മൂല്യങ്ങളോട് ചേർന്നാണോ? ദിനാവസാനത്തിൽ ഒരു ചെറിയ നിരീക്ഷണം നടത്തുക. ഇന്ന് ഞാൻ എങ്ങനെ പ്രതികരിച്ചു? എവിടെയാണ് ഞാൻ ശാന്തത തിരഞ്ഞെടുത്തത്? എവിടെയാണ് ഞാൻ പഴയ ശീലത്തിലേക്ക് വീണത്? കുറ്റപ്പെടുത്താതെ അതിനെ ഒരു പഠനമായി കാണുക. ഈ സ്വയം നിരീക്ഷണം വളർച്ചയുടെ പാത തെളിയിക്കും. ദീർഘകാല സമാധാനം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ഓരോ ദിവസവും നിങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വിജയിക്കും, ചിലപ്പോൾ മറക്കും. പക്ഷെ നിങ്ങൾ വീണ്ടും തിരിച്ചു വരിക. അതാണ് പരിശീലനം, അതാണ് മാനസിക പക്വത. ഈ പുസ്തകത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുമ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ യാത്ര തുടങ്ങുന്നതേയുള്ളൂ. അമിത ചിന്ത നിങ്ങളുടെ ശത്രുവല്ല, അത് മനസ്സിലാക്കേണ്ട ഒരു ശീലം മാത്രമാണ്. നിങ്ങൾ ഇതിനകം അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. നിങ്ങൾ പുതിയ രീതികൾ അഭ്യസിച്ചു. ഇനി അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ആ ശ്വാസം പുറത്തുവിടുമ്പോൾ അനാവശ്യമായ സമ്മർദ്ദം വിട്ടയക്കുന്നതായി മനസ്സിൽ കാണുക. ഈ നിമിഷം തന്നെ സമാധാനത്തിന്റെ തെളിവാണ്. ഭാവിയെ കാത്തിരിക്കേണ്ടതില്ല. ഇപ്പോഴുള്ള ബോധപൂർവമായ സാന്നിധ്യമാണ് ദീർഘകാല ശാന്തതയുടെ അടിസ്ഥാനം. നിങ്ങളുടെ മനസ്സ് ഇനി ഒരു യുദ്ധഭൂമിയാകേണ്ടതില്ല. അത് ഒരു തോട്ടമാകാം. ചിന്തകൾ വരും, ചിലത് കാട്ടുപുല്ലുകൾ പോലെ. എന്നാൽ ഇനി നിങ്ങൾ അവയെ പരിചരിക്കാൻ പഠിക്കും. അവയിൽ ഏതിനെല്ലാം വെള്ളം ഒഴിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഏതെല്ലാം വളർത്തണമെന്നും നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ സമാധാനം. ഇനി മുന്നോട്ടു പോകുമ്പോൾ ഓർക്കുക, ശാന്തത ഒരു വിദൂര സ്വപ്നമല്ല. അത് നിങ്ങൾ ദിവസേന രൂപപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് അത് സാധിക്കും. കാരണം സമാധാനത്തിന്റെ വിത്ത് ഇതിനകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ യാത്രയുടെ അവസാനം ഒരു പ്രധാന സത്യത്തിൽ എത്തിച്ചേരുന്നു. അമിത ചിന്തയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതല്ല ലക്ഷ്യം. അതിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നതാണ്. മനസ്സിലെ ശബ്ദം ഒരിക്കലും പൂർണ്ണമായി മൗനമാകില്ല. പക്ഷേ അതിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ചിന്തകളെ തിരിച്ചറിയാനും ചക്രം തകർക്കാനും അകത്തെ വിമർശകനെ കരുണയോടെ ശാന്തമാക്കാനും ദിനചര്യയിൽ ബോധപൂർവമായ സമാധാനം വളർത്താനും നിങ്ങൾ പഠിച്ചു. ഇനി മുന്നോട്ടു പോകുമ്പോൾ പൂർണ്ണതയെ തേടേണ്ടതില്ല. സ്ഥിരതയുള്ള ചെറിയ ശ്രമങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക. ഓരോ ആഴത്തിലുള്ള ശ്വാസവും, ഓരോ ബോധപൂർവമായ തീരുമാനവും, ഓരോ സ്വയം കരുണാഭാവവും നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയെ ശക്തമാക്കും. അത് നിങ്ങൾ ഓരോ ദിവസവും സൃഷ്ടിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. ഇന്നു തന്നെ, ഈ നിമിഷം തന്നെ ആ ശാന്തതയെ തിരഞ്ഞെടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.